ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നത് ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്കിൽ കൂടി വീഡിയോയുടെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് സംസാരിക്കാതെ നേരെ വീഡിയോയിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നും വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. എങ്കിലും അറിയാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ചീരയൊക്കെ പതിവായിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പൊതുവേ കാണപ്പെടുന്നത് ചുവന്ന ചീര, പച്ച ചീര എന്നീ രണ്ട് ചീരകളാണല്ലേ. നമ്മൾ നാട്ടിൻ പുറത്താണെങ്കിലും നമ്മൾ വിദേശങ്ങളിലൊക്കെ എല്ലായിടത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇലവർഗ്ഗം കൂടിയാണ് ചീര എന്ന് പറയുന്നത്. കാരണം സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ നമുക്ക് ഇത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഇലവർഗ്ഗം കൂടിയാണ് ചീര. ഈ ചീര, പച്ച ചീര, ചുവന്ന ചീര എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിറവ്യത്യാസം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്ക് ശരിക്കും അറിയില്ല അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഒന്നുകിൽ ടേസ്റ്റ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കാം നമ്മൾ ഈ ഒരു ചീര വാങ്ങിക്കുന്നത്. ഈ ചീരയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ചീരയാണ് എൻ്റെ ആഹാരം, അതിലാണ് എൻ്റെ ആരോഗ്യം എന്നും പറഞ്ഞ് അല്ലെങ്കിൽ പാടിക്കൊണ്ട് മസിലും വീർപ്പിച്ച് നടന്ന പോപ്പോയ് കാർട്ടൂണൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടല്ലേ. ആ ഒരു കാർട്ടൂണിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ചീരയ്ക്ക് എത്രത്തോളം ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ശരിക്കും ചീര കഴിച്ചാൽ ആരോഗ്യം വരുമോ, ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത്, ചീരയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ആദ്യം തന്നെ ഈ ഒരു നിറവ്യത്യാസത്തിലാണ് നമ്മൾ ചീരയെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ തരം തിരിച്ച് കാണുന്നത് തന്നെ അല്ലേ. ഈ ഒരു ചീര ചുവന്ന ചീരയുമായിട്ട് പച്ച ചീരയെ ചേർത്ത് നോക്കുകയാണെങ്കിൽ ഈ പച്ച ചീരയിൽ ഓക്സലേറ്റുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പച്ച ചീര ഈ വൃക്കയിൽ കല്ലുള്ള അവസ്ഥയുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ പച്ച ചീര ഒഴിവാക്കുകയും ചുവന്ന ചീര പതിവാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു വ്യത്യാസം ഒഴികെ മറ്റ് ഗുണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് പച്ച ചീരയിലും ചുവന്ന ചീരയിലും അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ബോൺസിൻ എന്നിവ ഉൾപ്പെടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. കലോറി വളരെ കുറവും നാരുകൾ വളരെ കൂടുതലും ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ ചീര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഒരു ഭക്ഷണമാണ് കേട്ടോ നമ്മുടെ ചീര. കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ചീര രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ചീര ധൈര്യമായിട്ട് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ദഹനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മഗ്നീഷ്യം ചീരയിൽ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഏകദേശം 100 ഗ്രാം ചീരയിൽ 79 ഗ്രാമോളം മില്ലിഗ്രാമോളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതിലൂടെ ഹൃദയാരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട്. ചീരയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശം നമ്മൾ ഈ വിളർച്ച രോഗം പോലുള്ളവർക്കും അതേപോലെ തന്നെ ശരീരത്തിൽ ഊർജ്ജം ഫലപ്രദമായി ഉപയോഗിക്കേണ്ടവർക്കും ഈ ചീര കഴിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് കേട്ടോ. ചീരയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഒരു സ്കിന്നിൻ്റെ യുവത്വം നിലനിർത്തുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ചീരയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ, സി, ഇ എന്നിവ സഹായിക്കുന്നുണ്ട് കേട്ടോ. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കേട്ടോ, അത് ഒരു രക്ഷയില്ല. ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ദഹിക്കുന്നതിനും ഈ കോൺസ്റ്റിപ്പേഷൻ എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരുപാട് പേർക്കും അല്ലെങ്കിൽ ഒരുപാട് പേരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഈ IBS കോൺസ്റ്റിപ്പേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് കേട്ടോ നമ്മൾ ഈ ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഒട്ടുമിക്ക ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിൽ ഞാൻ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ കാര്യം എടുത്തു പറയുന്നത്. അത് എല്ലാവർക്കും പുറത്ത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ. അതിലൂടെ ഈ പൈൽസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. അപ്പോൾ അവരൊക്കെ സ്ഥിരമായിട്ട് ചീര കഴിക്കുന്നതിലൂടെ ഈ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കൂടിയാണ് കേട്ടോ. ഈ ചീര നമ്മൾ പല രൂപത്തിലും കഴിക്കാറുണ്ടല്ലേ. സാധാരണയായിട്ട് നമ്മൾ ചീര കറി വെച്ചിട്ടും തോരൻ ഉണ്ടാക്കിയൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ചീരയെ സൂപ്പ് ആക്കിയിട്ടും അതേപോലെ ജ്യൂസ് ആക്കിയിട്ടൊക്കെയും കുടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പ് നമ്മൾ യൂഷ്വലി ഉണ്ടാക്കാറുള്ളതാണ്. ചീര സൂപ്പ് ഉണ്ടാക്കുന്നതിന് നമ്മൾ യൂഷ്വലി ഉണ്ടാക്കുന്ന സൂപ്പ് പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചീരയും കൂടെ ആഡ് ചെയ്ത് കഴിക്കാം.
പക്ഷെ നമ്മൾ ഈ സൂപ്പ് നമ്മൾ ജ്യൂസ് നമ്മൾ സാധാരണയായിട്ട് കാണാറില്ല അല്ലേ, ചീര ജ്യൂസ് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുന്നു. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഈ ചീരയിലുണ്ടല്ലോ നന്നായിട്ട് കഴുകിയിട്ട് ഒന്നുകിലും നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം, കട്ട് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ചീര അത് പച്ച ചീരയാണെങ്കിലും ചുവന്ന ചീരയാണെങ്കിലും നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അത് 1 കപ്പോളം നമുക്ക് എടുക്കാം. 1 കപ്പ് വെള്ളം എടുക്കാം, പിന്നെ ഒരു നാരങ്ങ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ നല്ല വെള്ളം, ഈ 1 കപ്പ് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമുക്ക് ചീര ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഈ ഒരു ചീരയുടെ വെള്ളം അരിച്ചെടുക്കുക. ഈ വെള്ളത്തിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. അതേപോലെ ഇത് സൂപ്പാക്കണമെങ്കിൽ നമ്മളിത് കുക്ക് ചെയ്ത ഈ ചീരയിൽ നിന്ന് കുറച്ച് ചീരയുടെ പീസസ് എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വീണ്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ അല്ലെങ്കിൽ നമ്മുടെ റാഗി പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ചിക്കനൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് പെപ്പറും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ചീര സൂപ്പായിട്ട് കുടിക്കുന്നത് നല്ലതാണ്. ചീര ജ്യൂസ്, ചീര തോരൻ, ചീരക്കറി ഏത് രൂപത്തിലും നമുക്ക് കഴിക്കാവുന്നതാണ്. ഒരുപാട് കുക്കാക്കി കളയരുത് കേട്ടോ നമ്മുടെ ചീര. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചീരയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണേ. ഈ ഒരു വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റീഷ്യൻ്റെ അഡ്വൈസ് പ്രകാരം മാത്രം നിങ്ങൾ ഇതൊക്കെ കഴിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് ഇതുപോലെയുണ്ട്. നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോസ് കാണുന്നത് നല്ലതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.